എം സ്വരാജ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ദിവസങ്ങളിലെ വിലയിരുത്തുന്നത് നമുക്ക് നോക്കാം. ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധി ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജിനൊപ്പമുണ്ട്. ദീപക് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ രാവിലെ മുതൽ അതേ എനർജിയിലാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി എം സ്വരാജിനെ നമ്മളിപ്പോൾ പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും കാണുന്നത്. അദ്ദേഹത്തോട് ചിലത് ചോദിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, നിലമ്പൂർ ഒരു തിരിച്ചു പിടിക്കേണ്ട മണ്ഡലം എന്നുള്ളത് തന്നെയാണ് LDFിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ. കാരണം ഇതൊരു LDF മണ്ഡലമായി കണക്ക് കൂട്ടാവുന്നൊരു മണ്ഡലമല്ല ശരിക്കും. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അങ്ങ് ഈ പോളിംഗിന് ശേഷം മണ്ഡലത്തിലെ സാധ്യതയെ വിലയിരുത്തുന്നത്? തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ, പ്രചരണ സമയത്ത് തന്നെ പറഞ്ഞതാണ് ഇപ്പോഴും ആവർത്തിക്കാനുള്ളത്. മികച്ച സ്വീകാര്യതയും പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയുമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലുടനീളം മണ്ഡലത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ പോളിംഗ് അവസാനിക്കുമ്പോഴും അതിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മികച്ച വിജയം LDF നേടും എന്ന ഉറച്ച പ്രതീക്ഷയാണ് എല്ലാ LDF പ്രവർത്തകർക്കുമുള്ളത്. അതിൻ്റെ ആവേശത്തിലാണ് എല്ലാവരും. ഈ അപ്രതീക്ഷിതമായാണ് യഥാർത്ഥത്തിൽ സ്വരാജ് സ്ഥാനാർത്ഥിയാവുന്നത്. സ്വരാജ് പോലും പ്രതീക്ഷിച്ചില്ല. പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുമ്പോഴാണ് എല്ലാവരും ആ സ്വരാജ് എന്ന കാൻഡിഡേറ്റിലേക്ക് എത്തുന്നത്. പക്ഷേ പ്രതീക്ഷിക്കാത്ത വലിയ സ്വീകാര്യത കിട്ടി. ആ സ്വീകാര്യത കുറഞ്ഞതായി പിന്നീട് കണ്ടില്ല. ഇന്ന് പോളിംഗ് ബൂത്തിൽ എത്തുന്ന സമയത്ത് പോലും ഉള്ള ഒരു ജന്മനാടിൻ്റെ ഒരു സ്വീകാര്യത, സ്നേഹം കണ്ടു. അത് വോട്ടായി ശരിക്കും പ്രതിഫലിക്കുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങളുടെ പ്രതീക്ഷ വോട്ടായി മാറുമെന്നുള്ളത് തന്നെയാണ്. അതിലൊരു സംശയവും ഞങ്ങൾക്കില്ല. നമുക്കിനി കാത്തിരിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാഷ്ട്രീയം നിരവധി ചർച്ച ചെയ്തു. അങ്ങ് വികസനത്തെക്കുറിച്ച് പറഞ്ഞു. നിരവധി വിഷയങ്ങൾ, ഒരുപക്ഷെ 25 ദിവസത്തെ രാവും പകലും ഇല്ലാത്ത പ്രചരണത്തിൽ യുദ്ധം മുതൽ ഏറ്റവും ഒടുവിലെത്ത ശശി തരൂരിൻ്റെ വിവാദം വരെ വന്ന് കടന്നുപോയ ദിവസങ്ങളാണ്. ഇത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്? അല്ല, ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും, അതിൽ സംശയമില്ല. ഞങ്ങൾ പക്ഷേ പ്രചരണ വിഷയങ്ങളായി ഉയർത്തിപ്പിടിച്ചത് നാടിൻ്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം, അത്തരമൊരു കാഴ്ചപ്പാട് ഉയർത്തി മുൻപോട്ട് പോകുന്ന LDF ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം, ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ പ്രചരണ വിഷയങ്ങളായി ഉയർത്തിക്കൊണ്ടുവന്നു പ്രധാനമായും. എന്നാൽ ഞങ്ങളെ എതിർക്കുന്നവർ പല വിവാദങ്ങളും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. ഞങ്ങളതിൻ്റെ പുറകെ പോയില്ല. ചില ചരിത്രം ഓർമ്മിപ്പിക്കുകയോ ചില കാര്യങ്ങൾ വ്യക്തത വരുത്തി കൊടുക്കുകയോ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. അതിനപ്പുറം ഒരു വിവാദങ്ങളിലേക്കും LDFിൻ്റെ ഭാഗത്തുനിന്ന് ആരും പോയില്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ വളരെ പ്രത്യേകമായി കാണേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. അതിൽ വികസനോന്മുഖമായ രാഷ്ട്രീയം മുൻനിർത്തി തന്നെ ആദ്യാവസാനം പ്രചരണ രംഗത്ത് നിന്ന മുന്നണിയാണ് LDF. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മതരാഷ്ട്രവാദത്തിനോട് ജനാധിപത്യപരമായി പ്രതികരിക്കുക എന്നുള്ളതും അതിന് മറുപടി നൽകുക എന്നുള്ളതുമായിരുന്നു സ്വരാജ് പല ഘട്ടങ്ങളിൽ പറഞ്ഞത്. ഇപ്പം പോളിങ്ങിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോൾ പോളിംഗ് നിര ഉയരുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതും ഈ നിലപാടും തമ്മിൽ എങ്ങനെയാണ്? പ്രത്യേകിച്ചും ഒരു ഉപതെരഞ്ഞെടുപ്പിനോടുള്ള ജനങ്ങളുടെ മടുപ്പ് ഒരിക്കലും ഈ പോളിംഗ് കാണുമ്പോൾ ഇല്ലെന്നുള്ളതും വ്യക്തമാണ്. ഉപതെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ തന്നെ നല്ല പോളിംഗ് ഉണ്ടാവുകയാണ് പതിവ്. 8 മാസത്തേക്ക് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ സാധാരണഗതിയിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാകില്ല എന്നുള്ള പ്രചരണം ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ പോളിംഗ് നോക്കുമ്പോൾ കനത്ത മഴയിലും ശക്തമായ പോളിംഗ് നടക്കുകയാണ്. അല്ല, ഉപതെരഞ്ഞെടുപ്പിൽ പൊതുവെ പോളിംഗ് ഉയരാറുണ്ട്, പോളിംഗ് ശതമാനം ഉയരാറുണ്ട്. പിന്നെ പലതരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന നിലപാടുള്ളവർ വോട്ട് ചെയ്യാതിരിക്കുകയല്ല ചെയ്യുക, ചിലപ്പോൾ വാശിയോടെ വോട്ട് ചെയ്യുകയും ചെയ്യും. അതും ആ നിലപാടിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. പോളിംഗ് ഉയരുന്നത് കൊണ്ട് ഒരു തകരാറുമില്ല. പോളിംഗ് പരമാവധി ഉയരുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യുക, അപ്പോഴാണ് ജനാധിപത്യം കൂടുതൽ അർത്ഥപൂർണ്ണമാവുക. പഴയ സാമ്പ്രദായിക രീതിയിലുള്ള കണക്കുകൾ അപ്രസക്തമാണ്. പോളിംഗ് കൂടിക്കഴിഞ്ഞാൽ അത് UDFിന് അനുകൂലം, പോളിംഗ് കുറഞ്ഞാൽ LDFിന് അനുകൂലം എന്നുള്ള സാമ്പ്രദായിക കണക്കുകൾ അപ്രസക്തമാണ്. അതിനൊന്നും ഞാനൊരു പ്രസക്തി കണക്കാക്കുന്നില്ല. ശതമാനക്കണക്കുകളിൽ ആശ്വസിക്കുന്ന രാഷ്ട്രീയമല്ല നമ്മളൊന്നും കൈകാര്യം ചെയ്യുന്നത്. ജനങ്ങൾ അവരുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് നിലപാട് സ്വീകരിക്കും. അത് പോളിംഗ് ശതമാനം കുറയുമ്പോൾ മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്ന നിലപാടൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യണം, വോട്ടവകാശം എല്ലാവരും വിനിയോഗിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ന് രാവിലെ പോളിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് ചെയ്തതിന് ശേഷവും ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതെല്ലാം അവരവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നമാണ്. പക്ഷേ എല്ലാവരും വോട്ട് ചെയ്യണം എന്നതാണ് ഞങ്ങളുടെ നിലപാടാണ്. ഇപ്പോഴും വലിയ കോൺഫിഡൻസിലാണ്? തീർച്ചയായും. താങ്ക് യു. വളരെ കൃത്യമായി ഇപ്പോഴും വലിയ കോൺഫിഡൻസിലാണ് എം സ്വരാജ്. അതിൻ്റെ കാരണം ഈ പോളിംഗ് ശതമാനം ഉയർന്നാൽ അത് UDFിന് അനുകൂലമെന്ന പഴയ കണക്കുകൾക്ക് പ്രസക്തിയില്ല എന്നുള്ളത് തന്നെയാണ്. വോട്ട് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയതിലുള്ള പ്രതിഷേധം ചിലപ്പോൾ വോട്ടായി ഇടതുമുന്നണിക്ക് അനുകൂലമായി വരുമെന്നും എം സ്വരാജ് വ്യക്തമാക്കുകയാണ്. ക്യാമറാമാൻ രാജേഷ് വള്ളരികുണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24.